ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞങ്ങളിതാ നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. നാട്ടിലെത്തിയിട്ട് കുറച്ചായി. ഇതുവരെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറച്ചധികം ബിസി ആയിരുന്നു. ആ ബിസി എന്തായിരുന്നു എന്നൊക്കെ ഞാൻ വീഡിയോസിലൂടെ ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെ നാട്ടിൽ എത്തിയിട്ടുള്ള ഒരു രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ തുടങ്ങി. ആദ്യം ചായക്ക് വെള്ളം വെച്ചു. ചായ റെഡിയായ ശേഷമാണ് അടുത്ത മലപ്പുറംകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ. രാവിലായ എല്ലാവരും ഇതായിരിക്കും മെയിനായിട്ട് ഉണ്ടാക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ദോശ. ഞങ്ങളുടെ ദോശ എന്ന് പറയൽ, ചിലർ നീർദോശ എന്ന് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇതാ ദോശ തന്നെ കലക്കിയത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കലക്കി റെഡിയാക്കിയിട്ടുണ്ട്. അതാ ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ദോശ ചുടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി. അതിന് ശേഷമാണ് പിന്നെ നമ്മളെ ചോറുണ്ടാക്കൽ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോറുണ്ടാക്കലും അതും ഈ വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. ബാക്കിയുള്ള കറികളും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഗ്യാസ് വെച്ചുണ്ടാക്കാറുണ്ട്. ഗ്യാസ് അടുപ്പ് ഞങ്ങൾ മേലെ അടുക്കളയിലാണ് വരുന്നത്. ഉള്ളിലായിട്ടൊരു അടുക്കള, ഇത് പുറത്തേക്ക് ആക്കിയിട്ടൊരു ചെറിയൊരു ഷെഡ് കെട്ടിയ പോലെ അങ്ങനെ ഒരു അടുക്കള ഉണ്ടാക്കിയതാണ്. അതിലാണ് ഞങ്ങൾ ഈ ഒരു വിറകടുപ്പ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ US ഞങ്ങൾ നിൽക്കുന്ന വീടല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടുത്തെ എൻ്റെ വീടും ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് കുറച്ചൊക്കെ ആയി. പക്ഷേ ഇതുവരെ ഇടാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു വീഡിയോസ്. ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ മക്കളെ ഇവിടെയൊക്കെ സ്കൂളിലൊക്കെ ചേർത്തു. പിന്നെ ഞാനും മക്കളും ഒറ്റക്കാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഹസ്ബൻഡ് ഇല്ല. ഹസ്ബൻഡ് ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് വരും ഇൻഷാ അല്ലാഹ്. ഇവിടെ എത്തി ഫുള്ള് ബിസി ആയിട്ടോ, ഭയങ്കരമായിട്ട് ബിസിയായി. ഓരോ തിരക്കുകളായി. പിന്നെ മക്കൾ തന്നെ സ്കൂളിലൊക്കെ ചേർത്ത് അവരും തന്നെ സ്കൂളിലൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അവിടെ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എത്തി മലയാളം എന്നുള്ള ലാംഗ്വേജും കൂടെ ഒക്കെ എക്സ്ട്രാ ആയി വന്നപ്പോൾ അവന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിക്കൽ ഒക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ US വീടല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. US വീടല്ല, അതൊരു അപ്പാർട്ട്മെൻറ്റാണ് റെൻറ്റിനുള്ള. അതുപോലെ ഞങ്ങളെ നാട്ടിലുള്ളത് ആ വീട് ഇതാണ്. ജസ്റ്റ് ഒരു പുറത്തുനിന്നുള്ളൊരു വ്യൂ മാത്രം കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു നാട്ടിലുള്ള വീടിൻ്റെ ഒരു ഹോം ടൂറായിട്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.